നിലമ്പൂർ എം.എൽ.എ സ്ഥാനത്ത് നിന്ന് ആദ്യഘട്ടം രാജിവെച്ചുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. പിന്നീട് പിണറായി സത്തിനെതിരെ നടത്തിയ പോരാട്ടങ്ങൾ ഏറ്റവും ഒടുവിൽ ബേപ്പൂരിലെ സ്ഥാനാർത്ഥിത്വം. വലിയ വാശിയേറിയ പോരാട്ടം തന്നെയാണ് ബേപ്പൂരിൽ നടന്നത്. ചെറിയ വോട്ടുകൾക്കാണ് പി വി അൻവർ പരാജയപ്പെട്ടത്. അൻവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ ഒരു നിമിഷത്തിൽ പ്രതീക്ഷിച്ചതുപോലെയാണോ സംഭവിച്ചത്? ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചത്. അതിൽ ചെറിയൊരു വ്യത്യാസം, ഒരു ചെറിയ വോട്ടിനെങ്കിലും ബേപ്പൂരിൽ ജയിക്കുമെന്ന ഒരു കണക്കൂട്ടലുണ്ടായിരുന്നു. അതിന് മാത്രമേ പരാജയപ്പെട്ടുള്ളൂ. മറ്റതെല്ലാം കേരളത്തിലെ ഈ പറയുന്ന എല്ലാ മേഖലകളിലും എന്താണോ ഞാൻ ആഗ്രഹിച്ചത്, എന്താണോ ഞാൻ ഉദ്ദേശിച്ചത്, എന്താണോ ഞാൻ പറഞ്ഞത്, എന്താണോ അവസാനമായിട്ട് സർവേയിൽ പ്രതിഫലിപ്പിച്ചത്, എൻ്റെ വ്യക്തിപരമായ നന്നായി നടന്നിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. കേരളം ആഗ്രഹിക്കുന്നത് മതേതരത്വമാണ്. അതെല്ലാവരും തിരിച്ചറിഞ്ഞാൽ ആ മതേതരത്വത്തിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാണ് ഭാവിയിൽ. തീർച്ചയായിട്ടും ഇത് പ്രതിഫലിക്കണമല്ലോ. കേരളം ചർച്ച ചെയ്തത് പിണറായി സൻ തന്നെയാണ്. ഒരു അണു കുടുംബത്തിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് വരുന്ന എന്താ പറയുക കമ്മ്യൂണിസ്റ്റുകാരെ, ആയിരക്കണക്കിന് രക്തസാക്ഷി കുടുംബങ്ങളെ ഒറ്റുകൊടുത്തിട്ട് ഇവിടുത്തെ സംഘീയുടെ ഒറ്റുകാരനായി മാറി ശ്രീ പിണറായി വിജയൻ. അതിന് സഖാക്കൾ നൽകിയ തിരിച്ചടിയാണ്. അത് നൽകുമെന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. കേരളത്തിൽ ഉടനീളം സുനാമി ഉണ്ട്. തരംഗമല്ല, നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. സുനാമി അടിക്കും. ഇവിടെ 110 സീറ്റ് വരെ ജയിക്കുമെന്ന് പറഞ്ഞു. 103 104 ഇപ്പം നിൽക്കുകയാണ്. ഒരു സർവേയും പറഞ്ഞിട്ടില്ല 100ൻ്റെ മേലെ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞത് 100 സീറ്റ്. അതിലപ്പുറം ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് കേരളത്തിൻ്റെ ഡെപ്ത്, കേരളത്തിൻ്റെ മനുഷ്യരുടെ മനസ്സ് പഠിച്ചിട്ട് പറഞ്ഞ, ഒരു കടലാസും പെന്നും വെച്ചിട്ട് പറഞ്ഞല്ല. അത് നടന്നു. ഇവിടെ യുദ്ധം നടന്നു. നായകൻ വെടിയേറ്റ് മരിച്ചു, പക്ഷേ യുദ്ധം ജയിച്ചു. അത്രേ ആവശ്യമുള്ളൂ. പല ഘട്ടങ്ങളിൽ പ്രതീക്ഷ പങ്കുവച്ചിരുന്നു, വിജയപ്രതീക്ഷ പറഞ്ഞിരുന്നു. പിന്നീട് എന്താണ് ബേപ്പൂരിൽ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക? ബേപ്പൂരിൽ കൃത്യമായിട്ടും BJPയുടെ വോട്ട് പർച്ചേസ് ചെയ്തതിൽ കാണാമല്ലോ. അത് റിയാസ് പർച്ചേസ് ചെയ്തത് തന്നെ. 21 നടന്ന വോട്ടിനേക്കാളും ആകെ 300 വോട്ടാണ് ഈ പറയുന്ന അദ്ദേഹത്തിന് BJPക്ക് വർദ്ധിച്ചിട്ടുള്ളത്. 19,000 വോട്ട് വർദ്ധിച്ചു. 35,000 വോട്ടായിരുന്നു അമിത്ഷാ പറഞ്ഞിരുന്നത്. ആ ക്ലെയിമുള്ള മണ്ഡലമാണ്. അമിത്ഷാ കോഴിക്കോട് വന്ന ഏക മണ്ഡലം ബേപ്പൂരാണ്. അവിടെയാണ് ഈ പറയുന്ന 200 ചില്ലാനം വോട്ടാണ് ആകെ വർദ്ധിച്ചിട്ടുള്ളത്. ഇനി വോട്ടിംഗ് പെർസെൻറ്റേജ് നമ്മൾ നോക്കിയാൽ 2021 LDFന് ഈ പറയുന്ന റിയാസിനുള്ളത് 49.73 വോട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് 44.2% എന്ന് പറഞ്ഞാൽ 5.5% വോട്ടിടിവ് അവർക്കുണ്ടായിട്ടുണ്ട്. LDFനെ സംബന്ധിച്ച് UDFനെ സംബന്ധിച്ച് 32.3 നിന്ന് 40.16, 8.5% വോട്ട് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന 25,000 രൂപ കൊടുത്തിട്ടാണെങ്കിലും PV അൻവറിനെ ഞങ്ങൾ തോൽപ്പിക്കും ഒരു വോട്ടിന് എന്ന് പറഞ്ഞതാണ് അച്ചിട്ട് അദ്ദേഹം നടപ്പിലാക്കി. മുതൽ ഏറ്റവും ഒടുവിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ടീം UDF എന്നൊരു ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അദ്ദേഹം തന്നെയാണല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ ക്യാപ്റ്റനായിട്ട് മാറുന്നത്? അല്ല, തീർച്ചയായിട്ടും. അതിലെന്താ തർക്കം? ഇവിടെ വർഗീയതക്കെതിരെ പച്ചയായി പറഞ്ഞ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഒരു വർഗീയവാദിക്കും ഞങ്ങളെ കീഴടങ്ങില്ല. ഞങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടാലും ഒരു വർഗീയവാദികൾക്കും കേരളത്തിൽ വേണ്ടത് മതേതരത്വമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹത്തിന് പറയാൻ സാധിച്ചിട്ടുണ്ട്. അതിന് കേരളത്തിലെ ജനങ്ങൾ നൽകിയ ശക്തമായ പിന്തുണ തന്നെയാണ് ഇത്ര വലിയ വോട്ടിന് നമ്മൾ ജയിക്കുന്നത്. അല്ല, അത് കോൺഗ്രസ് ലീഡർഷിപ്പ് തീരുമാനിക്കട്ടെ. നമ്മൾ യാഥാർത്ഥ്യങ്ങൾ പറയാതെ പോകാൻ കഴിയില്ല. എനിക്ക് വളഞ്ഞു പറയാനും അറിയില്ല. അപ്പോൾ കൃത്യമായും ഈ തെരഞ്ഞെടുപ്പിലെ UDFൻ്റെ വിജയത്തിൻ്റെ പ്രധാന കാരണം നമ്മൾ ഉയർത്തിയ പിണറായിസം. അത് എന്ന് പറയുന്നത് ഈ നാട്ടിലെ RSSനും ഈ നാട്ടിലെ BJPക്കും ഇടതുപക്ഷത്തെ ഇദ്ദേഹം പണയം വെച്ചു വിറ്റു നയം പറഞ്ഞിരുന്നത്. അതായിരുന്നു വർഗീയത. അതിൻ്റെ മറ്റൊരു ഭാഗം അദ്ദേഹം പറഞ്ഞത് ഒരാൾക്കും ഒരു വർഗീയവാദിക്കും ഇവിടെ കീഴടങ്ങില്ല എന്ന്. അത് കേരളം ഏറ്റെടുത്തു. ഇപ്പോൾ ഏറ്റവും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ബേപ്പൂരിൽ വ്യക്തി കേന്ദ്രീകൃതമായി നടത്തിയ ചില പരാമർശങ്ങൾ, മുട്ടയടിച്ച് കമ്മലിട്ട് പോകും, അത്തരം പരാമർശങ്ങളൊക്കെ തന്നെ കൈവിട്ടു പോകും. കാത്തു അദ്ദേഹം പറ്റിയിരുന്നെങ്കിൽ ഇപ്പം ഞാൻ മുട്ടടിക്കണ്ടേ? അതിന് പോലും അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? വലിയ വോട്ടിന് ജയിക്കുമെന്ന് പറയുമ്പോൾ 4 അപരന്മാരാണ്. ഇപ്പോഴും ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് കണ്ടില്ലേ? ജനങ്ങൾ PV അൻവറിന് ചെയ്ത 1800ഓളം വോട്ട് മറ്റു വഴിക്ക് വേറെ പെട്ടിയിലാക്കിയിട്ടാണ് നിൽക്കുന്നത്. അദ്ദേഹം പെറ്റ് സ്വീകരിച്ചിരുന്നെങ്കിൽ പണിയായാലേ? പിന്നെ അദ്ദേഹം പെറ്റ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ മുട്ടടിക്കണ്ടേ? പറഞ്ഞ വാക്ക് വലിക്കണ്ട്. പാർട്ടി പ്രഖ്യാപിക്കുന്നു പറഞ്ഞിരുന്നു. UDFൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അത് തീർച്ചയായിട്ടും. വേറെ ആരെ കൂടെ അവിടെ നിൽക്കുക? വേറെ ആരാ? എന്തുകൊണ്ടാണ് തൃണമൂലിലായിട്ടുള്ള ബന്ധം ഞങ്ങൾ വിട്ടത്? 3 ആഴ്ച മുമ്പാണല്ലോ വിട്ടത്. കോൺഗ്രസുമായും സഹകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആരുമായിട്ടാണ് സഹകരിക്കുന്നത്?
ഇവിടെ ഈ വർഗീയതക്കെതിരെ ഫാസിസത്തിനെതിരെ ഇന്ത്യയിൽ പോരാട്ടം നടക്കുന്നത് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തന്നെയാണല്ലോ നേതൃത്വം നൽകുന്നത്. അപ്പോൾ ഞാൻ നടത്തുന്ന പോരാട്ടം ഈ വർഗീയതക്കെതിരെയാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന UDF-നോടൊപ്പം നിൽക്കുക എന്നല്ലാതെ അതിനെന്താ വേറെ മാർഗം? താങ്ക് യു. PV അൻവറിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു, അവിടെ നടന്ന ചില ഡീലുകളെ കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം വിശദമായി സംസാരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നടത്തിയ മൊട്ടയടിച്ച് കമ്മലിട്ട് നടക്കുമെന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ട്. അത് ചില സാഹചര്യങ്ങൾ നടത്തിയതാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ UDF-ന്റെ കൂടെ അടിയുറച്ചിനിയും ഉണ്ടാകും, മുന്നോട്ട് പോകുമെന്നുള്ളതാണ് PV അൻവർ വ്യക്തമാക്കുന്നത്. ഉണ്ണി തൂരിനൊപ്പം മുബഷിർ P. അക്ബർ, മലപ്പുറം.